നല്ലവൻ, എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ,
എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമാണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്നും സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് പാവരികാര ദിവസമാണ്, ഇത് സന്ദർശന ദിവസമാണ്, ഇത് രക്ഷാ ദിവസമാണ്, ദൈവം പ്രസാദിക്കുന്ന ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇത് നല്ല നാളാണ്. ഇറ്റ്സ് എ ഗുഡ് ഡേ. ദൈവത്തിന് സ്തോത്രം. നല്ല നാൾ. അബീഗയിൽ ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ചു, വന്ദനം ചെയ്തു, നമസ്കരിച്ചു. സ്തോത്രം. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ദിവസത്തിൽ നിൽക്കണം. മക്കൾക്ക് വേണ്ടി ദിവസത്തിൽ നാം വിശ്വസ്തയോടെ നിൽക്കണം, പ്രാർത്ഥിക്കണം. മക്കളെ പേരുവരായി ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, അവരെക്കുറിച്ച് ഞാൻ മറ്റൊന്നിനോട് ചോദിക്കുന്നില്ല. അതെല്ലാം പിന്നാലെ ഒന്നുകൂടെ എനിക്കറിയാം. ഒരു കാര്യം, അവർ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നവരും എൻ്റെ യേശുവിൻ്റെ സാക്ഷികളുമായി തീരണം. അത് ഞാൻ ആശിക്കുകയാണ്. കർത്താവേ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്. എൻ്റെ മക്കൾ യേശുവിൻ്റെ സാക്ഷികളായി തീരണം, യേശുവിൻ്റെ വേലക്കാരായി തീരണം. മരണശേഷമുള്ള നിത്യതയിൽ സ്വർഗത്തിൻ്റെ അധിവാസം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അവർ വിശുദ്ധരായി ജീവിച്ചല്ലേ പറ്റൂ. കർത്താവേ, അതുകൊണ്ട് അവരെ ഇനി വിശുദ്ധരാക്കണമേ. മക്കൾക്ക് വേണ്ടി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. മക്കൾക്ക് വേണ്ടി ദൈവത്തിന് നിൽക്കണം, ഇടിവിൽ നിൽക്കണം, മധ്യസ്ഥതയിൽ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അബീഗയിൽ നാബാലിന് വേണ്ടി വാദിക്കുകയാണ്. അടിയിലെ കുറ്റം എന്നോട് ക്ഷമിക്കണമേ, വായിക്കാം. അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയൻ്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായി നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. അവൻ തൻ്റെ പേർ പോലെ തന്നെയാകുന്നു. നാബാൽ എന്നല്ലോ അവൻ്റെ പേർ. ഭോഷത്വമത്രേ അവൻ്റെ പക്കലുള്ളത്. 28 അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. അബീഗയിൽ ഒരു കാര്യമായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഇന്ന് ഒരു അഗതിയെപ്പോലെ അങ്ങ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നെങ്കിലും അങ്ങ് രാജാവായി വാഴും. എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. നീ രാജാധിരാജാവായി വാഴും. ഇന്ന് നീ രാജ്യത്വം വിട്ട് ഓടി മാറുകയാണ്, ജീവരക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ്. എന്നാൽ ഒരു ദിവസം നിൻ്റെ ഭവനം ദൈവം പണിതു തരും. ദാവീദ് പറയുകയാണ്, ഒരു ദിവസം നീ രാജാവായി വാഴും. സ്തോത്രം. ഇന്ന് ഭിഷാന്തേഹിയെപ്പോലെ പാവം നടക്കുന്നു ദാവീദ്. ആഹാരം എരുന്നുകൊണ്ട് നടക്കുന്നു. നാളൊരു ദിവസം യേശുക്രിസ്തു സിംഹാസനത്തിലിരിക്കും. എല്ലാവരും വ്യാപാരവൃത്തം കൂട്ടും, രാജാധിരാജാവായി വാഴും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിൽക്കൽ നിന്ന് കർത്താവ് മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. മുട്ടി നിൽക്കുകയാണ്, ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, തുറക്കുമോ എന്ന്. സ്തോത്രം. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് ആരും ഗൗനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നീ വചനമെല്ലാം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഏറെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു പലരും വാസ്തവത്തിൽ ഈ വചനം ഉള്ളത്തിലേക്ക് കടക്കുന്നില്ല. വചനം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ഹൃദയം തുറക്കുന്നില്ല. മനസ്സിലെ ചില ചിന്തകളും ചില ആകുലങ്ങളും എല്ലാമായിട്ട് നിങ്ങളുടെ മനസ്സിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കൂ, യേശു ക്രിസ്തു രാജാവായി വാഴുന്നൊരു ദിവസമുണ്ട്. ഇന്ന് അവൻ ക്രൂശിന്മേൽ കിടക്കുകയാണ്. എല്ലാവരും തൂക്കുക എന്ന് പറഞ്ഞു. എല്ലാവരും ആക്ഷേപിച്ചു. ഒരു പരിചയമില്ലാത്തവരും തൂക്കുക എന്ന് പറഞ്ഞു. യേശുവിനെ കണ്ടിട്ടില്ലാത്തവരും യേശുവിൻ്റെ കാര്യമൊന്നും അറിയാത്തവരും അവരും പറഞ്ഞു തൂക്കുക എന്ന്. ജനക്കൂട്ടം ആർത്ത് വിളിക്കുമ്പോൾ കൂടെ എല്ലാവരും ആർത്ത് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന പലരും ഒന്നും അറിഞ്ഞവരല്ല, ഒരിക്കലെങ്കിലും ഈ കൂട്ടായ്മ വന്നിട്ടുള്ളവരല്ല, എന്നെ നേരിട്ട് കണ്ടവർ പോലുമല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും ഇന്നും അനേകരും ചീത്ത വിളിക്കുന്നു. വളരെ ഉന്നതന്മാരെന്ന് നാം കരുതുന്നതായ ആളുകൾ പോലും അസഭ്യവാക്കുകൾ പറയുന്നു. വളരെ ഹീനമായി നമ്മെക്കുറിച്ച് സംസാരിക്കുന്നു. വളരെ മോശമായി നമ്മെക്കുറിച്ച് ചിത്രീകരിക്കുന്നു. അവർ സമൂഹത്തിൽ എല്ലാ അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നു. ആളുകൾ ഉന്നതന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഇന്ന് എതിർക്കുകയാണ്. എന്ത് സത്യം അറിയുന്നില്ല. ദൈവത്തിന് വലിയ നാമം മുഖത്ത് പെടട്ടെ. ഇന്ന് കർത്താവ് എല്ലാ ശിക്ഷയേറ്റുകൊണ്ട് നിൽക്കുന്നു.
ഇന്നെല്ലാം സഹിക്കുന്നു, ഒന്നിനും മറുപടിയില്ല. നീ രാജാവ് തന്നെയോ? ഒന്നും മിണ്ടുന്നില്ല. നീ യഹൂദന്മാരുടെ രാജാവോ? മിണ്ടുന്നില്ല. ചോദിക്കുന്നു, നീ 3 ദിവസം കൊണ്ട് ദേവാലയം വിളിച്ച് പണിയെന്ന് പറഞ്ഞല്ലോ, എന്താ ദേവാലയം വിളിക്കാൻ പോവുകയാണോ പരിപാടി? മിണ്ടുന്നില്ല. കൈസർക്കാരൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ കാരൻ കൊടുക്കണമെന്ന് പറഞ്ഞില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. ഒരു മറുപടിയും ഇല്ല. സ്തോത്രം. വിമർശിക്കുന്നവർക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല. കുറ്റം പറയുന്നവർക്ക് ഒരു മറുപടിയും കൊടുക്കാനില്ല. സ്തോത്രം. ആകെയുള്ളത് എല്ലാറ്റിനും മറുപടി രക്തം മാത്രം. കുത്തുകൊണ്ട് കുത്തുമ്പോഴും മറുപടി രക്തം, കന്നത്തടിക്കുമ്പോഴും മറുപടി രക്തം, തലയിൽ മുൾമുടി ചാർത്തുമ്പോഴും രക്തം ധാരധാരി ഒഴുകുന്നു. പ്രതികരണം രക്തം മാത്രം. പ്രതികരണം ജീവൻ്റെ രക്തം മാത്രം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രതികരണമൊന്നും ഉണ്ടാകരുത്. പ്രതികരണമൊന്നും നമ്മിൽ നിന്ന് വരരുത്. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. അതെല്ലാം കർത്താവ് കൊടുത്തുകൊള്ളും. കർത്താവ് എനിക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും, നീ പ്രതികാരം ചെയ്യണ്ട. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എല്ലാം കാണുന്നവൻ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ അവൻ തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചുകൊള്ളും. അതവൻ്റെ കാര്യമാണ്, എൻ്റെ കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേവലം ഒരു കീടം, ഒരു പുഴു മാത്രം, ഒരു നിസ്സാര മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ ദൈവമോ അവൻ അത്യുന്നതൻ, സർവ്വചരാചരങ്ങളെയും നിർമ്മിച്ചവൻ, അണ്ടകടാഹത്തെ മെനഞ്ഞവൻ, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചതിന് സ്ഥാനത്താക്കിയവൻ, നക്ഷത്രരാശികളോട് നിർമ്മിച്ചവൻ. ദൈവത്തിന് സ്തോത്രം. എത്രയോ ഗാലക്സീസ്, ഈ ഗാലക്സീസ് എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നവൻ, നിത്യനായ ദൈവം, സർവ്വസൃഷ്ടാവായ ദൈവം, അത്യുന്നതനായ ദൈവം, ആ ജീവനുള്ള ദൈവം. അവൻ വേണ്ടത് വേണ്ടതുപോലെ പ്രവർത്തിച്ചുകൊള്ളും. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊള്ളും. കർത്താവിന് സ്തോത്രം. കർത്താവ് ഇന്ന് വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പാവപ്പെട്ട മനുഷ്യൻ ചെന്ന് പറയുന്നത്, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, ഞാൻ കുറ്റമേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്വന്തപ്പെട്ടവരുടെ കുറ്റം നാം ഏറ്റുകൊണ്ട് ചെല്ലുകയാണ്. നമ്മുടെ ബന്ധുമിത്രാദികളുടെ കുറ്റം ഏറ്റുകൊണ്ട് നാം ചെല്ലുകയാണ്. പൂർവികന്മാരുടെ കുറ്റം ഏറ്റുകൊണ്ട് നാം ചെല്ലുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ കുറ്റമേറ്റുകൊണ്ട് നാം ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബിഗയിൽ അങ്ങനെ കുറ്റമേറ്റുകൊണ്ട് ചെന്ന് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം, അടുത്ത വാക്യം. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. അങ്ങ് രാജാവായി വാഴുന്നൊരു കാലം ഉണ്ടാകും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. അങ്ങിന്ന് നടത്തിക്കൊണ്ട് യുദ്ധങ്ങളുടെ ദൈവത്തിൻ്റെ യുദ്ധമാണ്, മനുഷ്യരുടെ പേരെയല്ല. ദൈവത്തിന് യുദ്ധം നടത്തുകയാണ്. ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. അങ്ങ് യുദ്ധം നടത്തുന്നത് അങ്ങയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിന് യുദ്ധമാണ് ഞങ്ങൾക്കറിയാം. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതം ശാശ്വതമായ ഭാഗ്യമുള്ളതായിരിക്കും. ഒരു തരത്തിലുള്ള കേടുപാടുകൾ നിനക്ക് വരികയില്ല, എനിക്കറിയാം. അബിഗയിൽ പറയുകയാണ്, നിന്റെ ഭവനം ശാശ്വതമായിരിക്കും. നിനക്ക് നല്ല കാലം വീണ്ടും വരും, എനിക്കറിയാം. നീ രാജാവായി വാഴും, എനിക്കറിയാം. ഇന്ന് നീ ആളുകളാൽ അധിക്ഷേപിതനായി നീ പോവുകയാണെങ്കിലും, പലരും നിന്നെ അപഹസിച്ച് നീ പോവുകയാണെങ്കിലും, എല്ലാവരും നിന്നെ കുറ്റം പറഞ്ഞു നീ പോവുകയാണെങ്കിലും, എല്ലാവരും ഉപേക്ഷിക്കുകയാണെങ്കിലും, നാബാൽ നിന്നെക്കുറിച്ച് ഒരു മാനമില്ലാതെ സംസാരിച്ചതാണെങ്കിലും ശരി, പക്ഷേ നീ രാജാവായി വാഴുമെന്ന് ഞാൻ നല്ലപോലെ അറിയുന്നു. അവൾ ഏറ്റുപറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. വാക്യം. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവണിയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞുകളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിനെ പ്രഭുവാക്കി വെക്കുമ്പോൾ, നിന്നെ ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കുമ്പോൾ അകാരണമായി രക്തം ചിന്നുകയും കാരണമില്ലാതെ രക്തം ചിന്നുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തുപോയി എന്നുള്ള ചഞ്ചലവും മനോവ്യതയും യജമാനന് ഉണ്ടാകയില്ല. അയ്യോ, ഞാൻ പാവപ്പെട്ടവരെ ഞാൻ കൊന്നുകളഞ്ഞല്ലോ എന്നുള്ള ആ കുറ്റബോധം അങ്ങേക്ക് വരരുത്. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ. അങ്ങ് രാജാവായി വാഴുമ്പോൾ ഈ ഉള്ളവളെയും ഓർത്തുകൊള്ളണം. ദാവീദ് അബിഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. ദാവീദ് പറഞ്ഞു, നിന്നെ ഇങ്ങോട്ട് അയച്ച ദൈവത്തിന് സ്തോത്രം, ഇല്ലെങ്കിൽ ഞാൻ അക്രമം ചെയ്തു പോകുമായിരുന്നു. ഞാനിപ്പോൾ നോക്കാതെ എന്ന് അവിടെയുള്ള ബാല്യക്കാരെ എല്ലാം കൊന്നുകളയുമായിരുന്നു. നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവമാണ് അയച്ചത്. നിന്റെ വിവേകം സ്തുത്യം. നിന്റെ വിവേകം സ്തുത്യമാണ്. സ്തുതിക്കപ്പെടേണ്ട വിവേകമാണ് നിനക്കുള്ളത്. രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നീ കാരണം ഞാൻ അകൃത്യം ചെയ്യാതെ എന്നെ കാത്തല്ലോ. നല്ലത്. നീ ഇത്രമാത്രം എന്നോട് കരുണ കാണിക്കാൻ ഇടയായല്ലോ. നല്ലത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ
ദോഷം വരാതെ വണ്ണം നീ എന്നെ കാത്തല്ലോ, തടുത്തല്ലോ. ഞാൻ അല്ലെങ്കിൽ അക്രമം ചെയ്തു പോയതിനെ അനേകം നിരപരാധികളെ കൊന്നുകളഞ്ഞേനെ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിനെ ശേഷിക്കില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ വിനയപ്പെട്ട് സ്ത്രീ വന്നപ്പോൾ ദാവീദ് പറയുകയാണ്, സമാധാനത്തോടെ എൻ്റെ വീട്ടിലേക്ക് പോക. സ്തോത്രം. സമാധാനത്തോടെ പോക. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്ക് ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമാധാനത്തോടെ പോകണം. സമാധാനത്തോടെ പോകാൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിവാകും. പലതവണ എഴുതിയിട്ടും പാസ്സാകാത്ത പരീക്ഷ നിങ്ങൾ പാസ്സാകും. സ്തോത്രം. പലതവണ അധ്വാനിച്ചിട്ട് പലയിടത്ത് അപേക്ഷ അടിച്ചിട്ട് ജോലി കിട്ടിയില്ല. ഇന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നു. സ്തോത്രം. വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു, പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ വിസ അതെല്ലാം എന്തോ കാരണത്താൽ തടയപ്പെട്ടു പോയി. വിസ ശരിയായി വരും. ഭൗതിക കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്, ഭൗതിക കാര്യങ്ങൾ, ഈ ലോകത്തെ കാര്യങ്ങളല്ലേ പറഞ്ഞത്. പോരാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരീക്ഷ എഴുതി തോറ്റുപോയി. പരീക്ഷ ഇനി നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ചില ഉന്നത ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം സാധ്യമായി തീരും. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വെറുതെ ആശ്വസിപ്പിക്കുകയാണോ? വെറുതെ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണോ? അല്ല പ്രകൃതി, അല്ല. എൻ്റെ യേശു പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. എൻ്റെ യേശു പറയാത്തതൊന്നും എൻ്റെ നാവിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു കർത്താവിനോട്. കർത്താവേ, നീ ഏൽപ്പിക്കാത്തതൊന്നും എൻ്റെ നാവിൽ നിന്ന് വരരുത്. നീ എന്നെ പരമേൽപ്പിക്കാത്തതൊന്നും എൻ്റെ നാവിൽ വരരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ചിലരുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ തീരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൈവരാൻ പോവുകയാണ്. നീ സമാധാനത്തോടെ പോകുക എന്ന് അബീഗയിലിനോട് ദാവീദ് പറഞ്ഞു. ഇന്ന് ദാവീദ് പ്രതിനിധാനം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു കൊണ്ട് പറയുന്നു, സമാധാനത്തോടെ പോകുക എന്ന്. സമാധാനം തന്നു വിടുകയാണ്. എന്നും സ്വസ്ഥയില്ലാത്ത കുടുംബങ്ങളിൽ, കലഹമായ കുടുംബങ്ങളിൽ, ഐക്യമില്ലാത്ത കുടുംബങ്ങളിൽ നിന്നും വഴക്കും മിണക്കുമായ കുടുംബങ്ങളിൽ, എപ്പോഴും പരിഭവവും പരാതിയും പ്രതിഷേധവുമായിരിക്കുന്നതായ മത്സരമുള്ള കുടുംബങ്ങളിൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യൂ. അത്ഭുതങ്ങൾ നടത്താൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞത്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുക. ഇതാ ഞാൻ നിൻ്റെ വാക്ക് കേട്ട് നിൻ്റെ മുഖം ആദരിച്ചിരിക്കുന്നു. സ്തോത്രം. സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുക. ഇതാ ഞാൻ നിൻ്റെ മുഖം ആദരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ മുഖത്തെ ഞാൻ ആദരിച്ചിരിക്കുന്നു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഈ വാഗ്ദത്തം നേടുകയാണ്. ഈ വാഗ്ദത്തം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ കർത്താവേ, എനിക്ക് മാനസാന്തരമൊന്നും ഇല്ലല്ലോ, എനിക്ക് വാഗ്ദാനം കിട്ടുന്നത് എങ്ങനെയാണ്? അങ്ങനെ നീ ശ്രദ്ധിക്കൂ. നീ മാനസാന്തരമില്ലാത്തതിനായി വന്നതാണെങ്കിലും കർത്താവ് നിന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിന്നെ പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിനക്ക് ആകൃതി തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാകൃതി നിനക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിനക്ക് രൂപാന്തരം തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഉള്ളിലെ ചില പാവങ്ങൾ ഉരുവിരി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിൻ്റെ ഉള്ളിലെ ചില തിന്മകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വിട്ടിട്ടും പോകാത്ത ചില ചിന്തകളുണ്ട്. എണ്ണി പറഞ്ഞിട്ടും പോകാത്ത ചില ചിന്തകളുണ്ട്. ചില ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. ചില അഹങ്കാര ചിന്തകളുണ്ട്. ചില മലിനമോഹങ്ങളുണ്ട്. പുറത്തു പറയാൻ അറയ്ക്കുന്നതായ മ്ലേച്ഛമായ ആഗ്രഹങ്ങളുണ്ട്. എല്ലാം മാറ്റി തരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദ്രവ്യാഗ്രഹത്തിന് കെടി നിങ്ങൾക്കുണ്ട്. അയ്യോ, കൈക്കൂലി വാങ്ങിയ പണം ഇന്നും കൈവശം ഇരിപ്പുണ്ട്. മോനെ, നല്ലതല്ല. ദൈവത്തിന് സ്തോത്രം. നീ അന്യായമായി സമ്പാദിച്ച കള്ളക്കണക്ക് എഴുതിയുണ്ടാക്കിയ രൂപ നിൻ്റെ കൈവശം ഇരിപ്പുണ്ട്. മോനെ, അതെല്ലാം മാറ്റിക്കൊള്ളൂ. അതിവേഗം മാറ്റിക്കൊള്ളൂ. നിനക്ക് അനുഗ്രഹം കിട്ടാൻ പോവുകയാണ്. തിരിഞ്ഞു നോക്കൂ. എന്തെല്ലാമാണ് തിരുത്താനുള്ളത്? തിരുത്താൻ എന്തെല്ലാം ഉണ്ട്? ഒരു ഉപകാരം ചെയ്യേണ്ട സമയത്ത് ഉപകാരം ചെയ്യാത്ത കാര്യങ്ങൾ വന്നിട്ടില്ലേ? ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ചില ഉപകാരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഓഫീസിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മെക്കൊണ്ട് ചിലർക്ക് ഉപകാരം കിട്ടാമായിരുന്നു. അത് തടുത്തു കളഞ്ഞ ചില കാര്യങ്ങളില്ലേ? എല്ലാം നേരെ തിരിയാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുക. എല്ലാം തിരുത്തിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ദൈവത്തിന് സ്തോത്രം 1973 മെയ് മാസം 10 രാത്രിയാണ്. വ്യാഴാഴ്ച 10 വ്യാഴാഴ്ച, മെയ് മാസം 1973 മെയ് മാസം 10 രാത്രി വ്യാഴാഴ്ച. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചു. അതിനുശേഷം ഞാൻ വന്നു. അമ്മ കിടന്നു, പിള്ളേർ കിടന്നു, ആലീസും കിടന്നു, ഞാനും കിടന്നു.
പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എഴുന്നേറ്റു. ഞങ്ങളുടെ കിടമുറിയിൽ ആലീസ് അടുത്ത് കിടപ്പുണ്ട്. അമ്മയും പിള്ളേരും വീട്ടിനകത്താണ്. ഞങ്ങളിവിടെ ഒരു ഔട്ട് ഹൗസിൽ ഒരു മുറിയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ എഴുന്നേറ്റു, അലമാരി തുറന്നു, എല്ലാ പുസ്തകങ്ങളും വാരി പുറത്തിട്ടു, എല്ലാം എടുത്തു. എൻ്റേതല്ലാത്ത ചില പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നു, മാറ്റിവെച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ചു, തിരുത്താൻ കുറേയേറെ കാര്യങ്ങളുണ്ടല്ലോ. 1973 തിരുത്താൻ കുറേയേറെ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട് ഇത് കാര്യം. ദൈവത്തിന് സ്തോത്രം. ഓരോന്ന് ചിന്തിച്ചു. എല്ലാവരോട് വഴക്കുണ്ട്. പോയി മാപ്പി ചോദിക്കാൻ തീരുമാനിച്ചു. കാര്യമായി ഇഷ്ടക്കേടുണ്ട്. എനിക്ക് തിരുത്താൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നെ മനഃപൂർവ്വം ഉപദ്രവിച്ചെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് ഉപദ്രവിച്ചതല്ലായിരുന്നു. പാടത്ത് ഞങ്ങൾ കൃഷിയുണ്ട്. കൃഷിപ്പാടത്ത് നെല്ല് നല്ലപോലെ തഴച്ചു കൊള്ളുന്ന നെല്ലിലേക്ക് അതിൻ്റെ പശു വന്ന് തിന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്. ഞാൻ പറഞ്ഞു, എന്താണ് ഈ കഷ്ടം ചെയ്തത്? പശു നെല്ല് തിന്നത് കണ്ടില്ലേ? അയ്യോ സാറേ, ഞാൻ കണ്ടില്ല, വലിച്ചു തിന്നതാണ്. പിന്നെ അദ്ദേഹം നേരെ വരുമ്പോൾ ഞാൻ മാറിപ്പോകും. പിന്നെ എന്ന് ഞാൻ പാടത്ത് പോകുമായിരുന്നു. പാടത്ത് പോകുമ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരത്തും പാടത്ത് പോകും. കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പാടത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വേറെ വരപ്പത്തോട് പോകും. അദ്ദേഹത്തിന് നേരെ നിൽക്കുകയില്ല. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതായി പോയി. വേറെ വഴക്കൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു അരുതാത്തവാക്കും പറഞ്ഞില്ല. ശിവോ, നിങ്ങൾ കഷ്ടം, ഇതെന്താ കഷ്ടമാണ് ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തോട് പോയി മാപ്പി ചോദിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, അതിന് മക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വലിയ നാമോത്രം. പലതും തിരുത്താനുണ്ടായിരുന്നു, പലതും. ചിലരോടെല്ലാം ഈർഷ്യയുണ്ടായിരുന്നു, ചിലരുടെ ഇഷ്ടക്കുറവുണ്ടായിരുന്നു, ചിലർക്ക് പൈസ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. എല്ലാം കണിക പോലും, ഒരല്പം പോലും, ഒരണ പോലും പാവം ഇനി ബാക്കിയിരിക്കരുത്. ഞാൻ തീരുമാനിച്ചു. മെയ് മാസം 10-ാം തീയതി രാത്രിയാണ്. വളരെ വൈകിയാണെന്ന് കിടന്നത്. വളരെ വൈകി കിടന്നു. രാവിലെ എഴുന്നേറ്റു. രാവിലെ 9 മണിക്ക്. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും പരിശുദ്ധനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഞങ്ങളുടെ പപ്പ ഇവിടെ വന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് പപ്പ സ്തുതിച്ചു. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അതൊരു ആഘോഷമായിരുന്നു. അതൊരു ആർഭാടമായ സ്തുതിയായിരുന്നു. ആ സ്തുതി മുഴങ്ങി ഈ ഭവനത്തിൻ്റെ ഭിത്തികളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. വലിയ ശക്തിയായി സ്തുതിച്ചു. ഞാനും അറിയാതെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരം കോരിത്തിരിക്കാൻ തുടങ്ങി. എൻ്റെ നെഞ്ച് വീർത്തു വരുന്ന പോലെ തോന്നി. എൻ്റെ ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ വയ്യാതായി. സ്തോത്രം. ഞാനും ഉറക്കെ സ്തുതിച്ചു. കുറേ നേരം സ്തുതി കണ്ടു നിന്നു. പപ്പ സ്തുതിച്ചുകൊണ്ടിരുന്നു, ഞാനും കൂടെ സ്തുതിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. ദൈവദാസൻ പിതാവ് പപ്പ ഇന്ന് ഭൂമിയിലില്ല. പക്ഷേ അന്ന് പ്രവർത്തിച്ച ആത്മാവ് ഇന്നുമുണ്ട്. സ്തോത്രം. ഞാൻ സ്തുതിച്ച് കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, ഈ പ്രദേശം മുഴുവൻ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പ്രദേശം മുഴുവൻ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പപ്പ പറഞ്ഞു, ഇന്ന് യോഹന്നാൻ സാറിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസമാണ്. ശുദ്ധീകരണം പ്രാപിക്കാൻ എന്നെ തന്നെ താഴ്ത്തിയപ്പോൾ കർത്താവിനെ അഭിഷേകം ചെയ്തു. ശുദ്ധീകരണം പ്രാപിക്കാൻ, കഴുകൽ പ്രാപിക്കാൻ എന്നെ തന്നെ താഴ്ത്തിയപ്പോൾ, ഞാൻ വിനയപ്പെട്ടപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം തിരുത്തുവാൻ തീരുമാനിച്ചു. ചെയ്തില്ല, തിരുത്തിയില്ലായിരുന്നു. പക്ഷേ തിരുത്തുവാൻ തീരുമാനിച്ചേ ഉള്ളൂ. തീരുമാനിച്ചപ്പോൾ കർത്താവ് പാപം ക്ഷമിച്ചതെന്ന് മാത്രമല്ല, എന്നെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തു. സ്തോത്രം. എന്തിനാ പറഞ്ഞതറിയാമോ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കാം. ഓരോന്നോരോന്ന് എണ്ണി ഓർക്കാം. മണ്ടത്തരങ്ങളൊന്നു പോയത്, അബദ്ധങ്ങൾ സംഭവിച്ചു പോയത്, അശുദ്ധി സംഭവിച്ചത്, അവിശ്വാസം വന്നു പോയത്, തെറ്റുകൾ എല്ലാം മാറ്റിക്കളയാൻ പറ്റും. എങ്ങനെ സാധിക്കും? ഒറ്റയ്ക്കൊരു കാര്യം ഓർത്താൽ മതി. എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശിൽ മരിച്ചു. എൻ്റെ പാവം യേശു വഹിച്ചു. ഇനി ഞാൻ എൻ്റെ പാവം വഹിക്കേണ്ട ആവശ്യമില്ല. യേശു വഹിച്ചു കഴിഞ്ഞു. ഈ ഒരു വിശ്വാസം, അതൊരു എളിയ വിശ്വാസമാണ്. വലിയ പഠിത്തമൊന്നും വേണ്ട, അതിന് ഒരു പഠിത്തവും വേണ്ട. യേശു ക്രിസ്തു എൻ്റെ പാവം വഹിച്ച് കുരിശിൽ മരിച്ചു. ഞാനതുകൊണ്ട് ഇന്ന് സ്വതന്ത്രനാണ്. യേശു ക്രിസ്തു എൻ്റെ പാവം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി വിശുദ്ധനാണ്. ഇനി പാവത്തിലേക്ക് പോകാൻ എനിക്ക് സാധ്യമല്ല. കാരണം യേശു ക്രിസ്തു എൻ്റെ പാവം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിമേൽ ഞാൻ വിശുദ്ധ ചെയ്ത് നയിക്കും, ഇനി സംശയമില്ല. ഈ ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടും. സ്തോത്രം. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിമേൽ മനസ്സറിഞ്ഞൊരു പാപം വരികയില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്ക് വരുമെങ്കിൽ വന്നതെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും.
എന്തെല്ലാം പാവം വന്നിട്ടുണ്ടോ, ഏതെല്ലാം ഘോരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഏറ്റവും ഹീനമായ, ഏറ്റവും മോശമായ, ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, എല്ലാം ക്ഷമിച്ചു തരും, എല്ലാം പുറത്തു തരും, എല്ലാ പണ അപകരണങ്ങളും മാറ്റിത്തരും, എല്ലാ വഞ്ചനയും മാറ്റിത്തരും, എല്ലാ കളങ്കവും എല്ലാ അശുദ്ധിയും മാറ്റിത്തരും, എല്ലാ മ്ലേച്ഛതയും മാറ്റിത്തരും, എല്ലാ അഴുക്കും മാറ്റിത്തരും, അഹംഭാവങ്ങൾ മാറ്റിത്തരും, എന്ന് കോപാക്രാന്തമായ സ്വഭാവം മാറ്റിത്തരും. എല്ലാം മാറും. എങ്ങനെ മാറും? യേശുവോട് പറയുകയാണ്, യേശുവേ ഞാൻ പാപിയാണ്, യേശുവേ ഞാൻ അധമപാപിയാണ്, യേശുവേ എനിക്ക് നന്മ പറയാൻ ഒന്നുമില്ല, കർത്താവേ ഈ ഭൂമിയിൽ ഉള്ള എല്ലാവരേക്കാളും ഞാൻ പാപിയാണ്, കർത്താവേ ഞാൻ എല്ലാവരെയും എന്നേക്കാൾ ശ്രേഷ്ഠമായി എണ്ണിക്കൊള്ളാം, കർത്താവേ ഇനി ആരെയും ഞാൻ തരതാഴ്ത്തി കാണുകയില്ല, എല്ലാവരെയും എന്നേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഞാൻ കണക്കാക്കിക്കൊള്ളാം, കർത്താവേ എല്ലാവരെയും ഞാൻ ആദരിച്ചു കൊള്ളാം, കർത്താവേ എൻ്റെ ആയുസ് നിനക്ക് ഞാൻ വിട്ടുതരികയാണ്, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, യേശുവേ നിൻ്റെ കയ്യിലേക്ക്, എനിക്ക് വേണ്ടി തകർന്ന കൈകളിലേക്ക് എന്നെ ഞാനിതാ ഏൽപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ, എൻ്റെ ജീവിതത്തെ നീ തുടരണമേ കർത്താവേ, എന്നെ നീ തിരക്തത്താൽ എന്നെ പൊതിയണമേ കർത്താവേ, തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ വാക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? യേശുവേ ഇത്രയും കാലം പാപത്തിന് അടിമയായി ഞാൻ ജീവിച്ചു പോയി, യേശുവേ ഇത്രയും കാലം തിന്മയുടെ അടിമയായി ഞാൻ ജീവിച്ചു പോയി, ഇത്രയും കാലം പിശാചിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു പോയി, ഇത്രയും കാലം എൻ്റെ കർത്താവേ പിശാചിന് ഇടം കൊടുത്ത് ഞാൻ ജീവിച്ചു പോയി നാഥ. എന്നാൽ ഇത് ഞാൻ മനസ്സോടെ ഈ പൈശാചിനോട് യാത്ര പറയുന്നു, മനസ്സോടെ പിശാചിനെ ഉപേക്ഷിക്കുന്നു, മനസ്സോടെ സാത്താനെ ഉപേക്ഷിക്കുന്നു, സ്വന്തം മനസ്സോടെ സ്വന്തം ഇഷ്ടപ്രകാരം സാത്താനെ ഇതാ ഉപേക്ഷിക്കുന്നു. ഞാൻ മിശിഹാതമ്പുരാനെ എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായി ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ നിന്നെ എൻ്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ ഇനിമേൽ ഞാൻ നിൻ്റെ അടിമ, ഹല്ലേലൂയ, ഇനിമേൽ ഞാൻ നിൻ്റെ ശിഷ്യൻ, ഹല്ലേലൂയ, ഇനിമേൽ ഞാൻ നിൻ്റെ ദാസൻ, ഹല്ലേലൂയ, ഇനിമേൽ ഞാൻ നിൻ്റെ ദാസൻ, എൻ്റെ ദാസി, ഹല്ലേലൂയ. യേശുവേ ഇപ്പോൾ ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമെങ്കിൽ യേശു ഇപ്പോൾ അത്ഭുതം പ്രവർത്തിക്കും. സമാധാനത്തോടെ പോക എന്ന് പറയും, ഹല്ലേലൂയ, സമാധാനത്തോടെ പോക. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ പോക. സമാധാനം തന്ന് വിടുകയാണ്, ഹല്ലേലൂയ. സമാധാനം നിങ്ങളുടെ തലമേൽ പകർന്നു വിടുകയാണ്, സമാധാനത്തിൻ്റെ തീജ്വാല നിങ്ങളുടെ മേൽ നിങ്ങൾ പകർത്തി വിടുകയാണ്, ഹല്ലേലൂയ. സമാധാന തീജ്വാല നിങ്ങളെ സ്പർശിച്ചു വിടുകയാണ്, നിങ്ങളുടെ കെട്ടുപോയ തിരികെ കത്തുകയാണ്, ഹല്ലേലൂയ. തിരി കത്താൻ ആഗ്രഹമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ തീപ്പം നമ്മുടെ കൊളുത്തി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വന്ന് തീ കൊളുത്തിക്കൊണ്ട് പോകാം, ഹല്ലേലൂയ, പകർന്നുകൊണ്ട് പോകാം, ഹല്ലേലൂയ, സമാധാനത്തോടെ പോകാം, ഹല്ലേലൂയ, സന്തോഷത്തോടെ പോകാം, ഹല്ലേലൂയ, ആശ്വാസത്തോടെ പോകാം, ഹല്ലേലൂയ, രോഗസൗഖ്യത്തോടെ പോകാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശാപമോക്ഷത്തോടെ പോകാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞാൻ ഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നിൻ്റെ മക്കളെ തോട്ടത്തിനായി സ്തോത്രം. തീരുമാനമെടുത്തവരുടെ നെറ്റിമേൽ തിരക്തം കൊണ്ട് കുരിശാടയാളട്ടതിനായി സ്തോത്രം. എൻ്റെ യേശുവേ, അവിടെ രണ്ടാമത് വരുമ്പോൾ ഈ മക്കളെല്ലാം അവിടെ കാണുമ്പോൾ മാറാകണമേ കർത്താവേ. ഞങ്ങളെല്ലാം ഒരുമിച്ച് പറന്ന് വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകണമേ, വാഴ്വുകൾ നൽകണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.